ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം പുതിയ തലമുറയുടെ വിവാഹങ്ങളെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ വിവാഹം എന്ന സങ്കല്പത്തിന് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അത് കേവലം രണ്ട് വ്യക്തികൾ ഒന്നിക്കുന്നതല്ല, രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നതും പുതിയൊരു തലമുറയുടെ പിറവിയുമാണ്. കാലങ്ങളായി നമ്മൾ കണ്ടുവന്ന ഈ വിശുദ്ധ ബന്ധത്തിന് ഇന്നൊരു കോട്ടം തട്ടിയിരിക്കുന്നുവോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പുതിയ തലമുറയിലെ വിവാഹങ്ങൾ ഇത്ര വേഗം തകർന്നടിയുന്നത്? എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനും ഒപ്പം ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ചില വഴികൾ പങ്കുവയ്ക്കാനുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിവാഹം എന്നത് ഒരു പുഴ പോലെയാണ്. ചെറിയ നീർച്ചോലകളായി തുടങ്ങി ഒടുവിൽ വലിയ നദിയായി കടലിൽ ലയിക്കുന്ന ഒന്ന്. അതിന് അതിൻ്റേതായ ഒഴുക്കുണ്ടാകും. ചിലപ്പോൾ ഇടയ്ക്ക് പാറക്കെട്ടുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ഒഴുക്കിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ഒഴുക്ക് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. എന്നാൽ ലക്ഷ്യമെന്താണ്? കടലാണ്. ഇന്ന് പല പുഴകളും കടലിൽ എത്തുന്നില്ല. വഴിയിൽ വെച്ച് തന്നെ വറ്റി വരളുന്ന അവസ്ഥ. എന്താണ് അതിന് കാരണം? ഈ വിഷയം നമ്മൾ ഓരോരുത്തരും ഗൗരവമായി കാണേണ്ടതുണ്ട്. കാരണം കുടുംബം ശക്തമാകുമ്പോൾ മാത്രമാണ് ഒരു സമൂഹവും രാജ്യവും ശക്തമാകുന്നത്. വിവാഹബന്ധങ്ങൾ തകരുന്നതിന് ഒറ്റ കാരണം പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. അവയെ നമുക്കൊന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. ഒന്നാമതായി അത് ആശയവിനിമയത്തിൻ്റെ വിള്ളലാണ്. മൗനത്തിൻ്റെ വാതിലുകൾ രണ്ടുപേരുടെയും എപ്പോഴും തുറന്നു കിടക്കുന്നു. ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും പ്രധാന കണ്ണി ആശയവിനിമയമാണ്. എന്നാൽ ഇന്ന് ദമ്പതികൾക്കിടയിൽ സംസാരം കുറഞ്ഞു വരുന്നു. ജോലി തിരക്കുകൾ, കരിയറിലെ മത്സരങ്ങൾ, സ്മാർട്ട് ഫോണുകളിലെ ലോകം, സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യാജ ബന്ധങ്ങൾ എന്നിവയെല്ലാം അവരെ പരസ്പരം അകറ്റുകയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോരുത്തരും ഫോണിൽ തലകുനിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പങ്കുവെക്കലുകൾ ഇല്ലാതാകുമ്പോൾ തെറ്റിദ്ധാരണകൾ കൂടുന്നു. ചെറിയൊരു സംസാരത്തിലൂടെ തീരേണ്ട പ്രശ്നങ്ങൾ പോലും മനസ്സിൽ കുന്നുകൂടി വലിയൊരു മതിലായി മാറുന്നു. പലപ്പോഴും പങ്കാളിയുടെ വാക്കുകളോ അംഗീകാരമോ ഒരു പുഞ്ചിരിയോ പോലും ദാമ്പത്യ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. എന്നാൽ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല. ഓർക്കുക, നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം മരിക്കുന്നു എന്നാണ് അർത്ഥം. അടുത്തത് അവ്യക്തവും അമിതവുമായ പ്രതീക്ഷകൾ വയ്ക്കുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യമല്ലാത്ത സ്വപ്നങ്ങൾ മാത്രമാണത്. സിനിമ കണ്ടും സീരിയൽ കണ്ടും ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ ജീവിതങ്ങൾ കണ്ടും പലരും വിവാഹത്തെക്കുറിച്ച് ഒരുപാട് അമിത പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് സുഹൃത്തുക്കളെ. എല്ലാം മനോഹരമായിരിക്കും, പങ്കാളി എല്ലാ കാര്യത്തിലും നമ്മളെ പിന്തുണയ്ക്കും, ഒരിക്കലും വഴക്കിടില്ല എന്നൊക്കെ സ്വപ്നം കാണുന്നു. എന്നാൽ യാഥാർത്ഥ്യം വരുമ്പോൾ നിരാശരാകുന്നു. പങ്കാളിയെ അവരുടെ വ്യക്തിത്വത്തോടെ, അവരുടെ കുറവുകളോടെ, കഴിവുകളോടെ അംഗീകരിക്കാൻ പലർക്കും കഴിയുന്നില്ല. എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയെ ബഹുമാനിക്കാനുള്ള കഴിവാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ അടിമയല്ല, നിങ്ങളുടെ അതേ ചിന്താഗതിയുള്ള ആളുമല്ല. സാമ്പത്തിക സമ്മർദ്ദവും പണവും പിരിമുറുക്കവും ഇതിനൊക്കെ ഒരു ചെറിയ കാരണമാണ്. ഇന്നത്തെ ജീവിത ചെലവ് വളരെ കൂടുതലാണ്. വീട്ടുവാടക, വായ്പകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആഡംബര ജീവിതത്തിനോടുള്ള ആഗ്രഹം, ഇവയെല്ലാം സാമ്പത്തിക സമ്മർദ്ദങ്ങളായി മാറുകയാണ്. ഇത് പലപ്പോഴും വഴക്കുകളിലേക്കും മാനസിക പിരിമുറുക്കങ്ങളിലേക്കും നയിക്കുന്നു. ഒരുമിച്ച് സമ്പാദിക്കാൻ തയ്യാറാകാത്തവരും ചെലവഴിക്കുന്നതിൽ ധാരണയില്ലാത്തതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പണത്തിന് സ്നേഹത്തെ വാങ്ങാൻ കഴിയില്ല. എന്നാൽ പണമില്ലാത്തത് പലപ്പോഴും സ്നേഹബന്ധങ്ങളെ ശിഥിലമാക്കാം സുഹൃത്തുക്കളെ. സാമ്പത്തിക കാര്യങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്താൻ സാധിക്കാതെ വരുമ്പോൾ ആ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ തുടങ്ങും. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്നതിനാൽ പുതിയതായി വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് മുതിർന്നവരുടെ ഉപദേശങ്ങളും സഹായങ്ങളുമൊക്കെ ലഭിച്ചിരുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ തള്ളിപ്പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. പകരം കൂടെ നിൽക്കാനും വഴികാട്ടാനും ആളുകളുണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് അണുകുടുംബങ്ങളായതോടെ ഈ പിന്തുണ കുറഞ്ഞു. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന തോന്നൽ പലരെയും കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുകയാണ്. കുടുംബം ഒരു ശക്തിയാണ്, അതിനെ ഉപേക്ഷിക്കരുത്. കുടുംബ ബന്ധങ്ങൾ ദുർബലമാകുമ്പോൾ ദമ്പതികൾക്ക് പുറത്തുനിന്ന് ശരിയായ വഴികാട്ടൽ ലഭിക്കാതെ പോകുന്നു. സോഷ്യൽ മീഡിയ ഇന്ന് ഒരു വലിയ കെണിയാണ്. അവിടെ കാണുന്ന വ്യാജ ജീവിതങ്ങളെ കണ്ട് പലരും സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നു. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കണ്ട് അസൂയപ്പെടുന്നു. ഇത് വിശ്വാസക്കുറവിനും സംശയങ്ങൾക്കും വഴിതെളിക്കുന്നു. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം പങ്കാളിയോടുള്ള ബന്ധം ദുർബലമാകുന്നു. സൈബർ ലോകത്തെ കെണികൾ യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഫോട്ടോകളിലെ സന്തോഷമല്ല യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷം എന്ന് നാം മനസ്സിലാക്കുക. ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗിക ജീവിതത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ലൈംഗിക കാര്യങ്ങളിലെ അസംതൃപ്തി ദമ്പതികൾക്കിടയിൽ മാനസികവും ശാരീരികവുമായ അകൽച്ച സൃഷ്ടിച്ചേക്കാം. ഇത് തുറന്നു സംസാരിക്കാനോ പരിഹരിക്കാനോ സാധിക്കാതെ വരുമ്പോൾ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴാനും വേർപിരിയലിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ മടി കാണിക്കുന്നത് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പുതിയ തലമുറയിൽ പലപ്പോഴും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നു. വിവാഹബന്ധത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് പോലും തയ്യാറാകാത്ത അവസ്ഥ വരുന്നു. എനിക്ക് എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം എന്ന വാശി ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യാസങ്ങളെ അംഗീകരിക്കാതെ പങ്കാളിയെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത് ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ഓരോ വ്യക്തിയും അവരവരായിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തണം. പങ്കാളിക്ക് അതിനുള്ള ഇടം നൽകണം. എന്നാൽ സ്വാതന്ത്ര്യം എന്നാൽ തോന്നിയതുപോലെ ജീവിക്കലല്ല, ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കലാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം കാണാനായിട്ട് കഴിയും. ദാമ്പത്യം ഒരു പൂന്തോട്ടം പോലെയാണ്. നാം ശ്രദ്ധയോടെ പരിപാലിച്ചാൽ അത് മനോഹരമായി പൂക്കും. ദിവസവും പങ്കാളിയുമായി തുറന്നു സംസാരിക്കാൻ സമയം കണ്ടെത്തുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുക. ഫോൺ മാറ്റിവെച്ച് പരസ്പരം കണ്ണിൽ നോക്കി സംസാരിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവയ്ക്കുക. പങ്കാളിയെ ചെവിക്കൊള്ളുക, കേൾക്കാൻ തയ്യാറാകുക. വിവാഹബന്ധത്തിൽ യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക. സിനിമാ നടന്മാരെയോ നടിമാരെയോ പോലെയല്ല സാധാരണ ജീവിതം എന്ന് മനസ്സിലാക്കുക. പങ്കാളിയെ അവരുടെ കുറവുകളോടും കഴിവുകളോടും കൂടി സ്നേഹിക്കാൻ പഠിക്കുക. സ്നേഹമെന്നത് നൽകലാണ്, അത് വാങ്ങലല്ല. സാമ്പത്തിക കാര്യങ്ങളിൽ പരസ്പരം തുറന്നു സംസാരിക്കുക. ഒരുമിച്ച് വരുമാനം കണ്ടെത്താനും ചെലവഴിക്കുന്നതിൽ ധാരണയുണ്ടാക്കാനും ശ്രമിക്കുക. സംയുക്തമായ സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. ഒരുമിച്ച് തീരുമാനമെടുക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോകുക. സ്വന്തം കുടുംബാംഗങ്ങളുമായും പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ അതിനൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ആവശ്യമുള്ളപ്പോൾ അവരുടെ പിന്തുണ തേടാൻ മടിക്കരുത്. കുടുംബം നിങ്ങളുടെ ശക്തിയാണ്, അതിനെ വിലമതിക്കുക. സമൂഹ മാധ്യമങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക. പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക. സൈബർ ലോകത്തെ താരതമ്യപ്പെടുത്തലുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്. പങ്കാളിയുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ബഹുമാനിക്കുക. അവരെ മാറ്റാൻ ശ്രമിക്കാതെ അവർക്കായി മാറാൻ ശ്രമിക്കുക. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുക. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ലൈംഗിക ജീവിതത്തിൽ തുറന്ന ഒരു സമീപനമാണ് ദാമ്പത്യ ബന്ധത്തിൽ വേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ മടി കാണിക്കരുത്. പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും പരസ്പരം സംതൃപ്തി കണ്ടെത്താനും ശ്രമിക്കുക. ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധൻ്റെ സഹായം തേടാൻ മടിക്കരുത്. വിവാഹത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുകൾക്ക് പോകുന്നത് വളരെ നല്ലതാണ്. ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ ബന്ധത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാനും അവയെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കാനും ഇത് സഹായിക്കും. ഒരു വീട് പണിയുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുന്നത് പോലെ ഒരു ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. സ്നേഹബന്ധങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാകാം. വിവാഹം എന്നത് ഒരു തകർന്ന വീടല്ല, അത് പുതുക്കി പണിയാൻ കഴിയുന്ന ഒന്നാണ്. സ്നേഹവും വിശ്വാസവും
ക്ഷമയും പരസ്പര ബഹുമാനവുമാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ തൂണുകൾ. ഈ തൂണുകൾ ബലപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓടി ഒളിക്കുന്നതിന് പകരം അവയെ ധൈര്യപൂർവ്വം നേരിടുക. ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുക. തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ അത് തിരുത്താനുള്ള മനസ്സാണ് ആവശ്യം. പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടുമ്പോൾ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയേ ഉള്ളൂ. ഒരുമിച്ച് ചിരിക്കാനും ഒരുമിച്ച് കരയാനും ഒരുമിച്ച് പ്രതിസന്ധികളെ നേരിടാനും നിങ്ങൾക്ക് കഴിയണം. ഓർക്കുക, ഒരു മനോഹരമായ ദാമ്പത്യം എന്നത് രണ്ട് അപൂർണരായ വ്യക്തികൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന പൂർണ്ണതയാണ്. ഈ യാത്രയിൽ പരസ്പരം കൈകോർത്ത് ഓരോ ദിവസവും സ്നേഹവും വിശ്വാസവും പുതുക്കി സന്തുഷ്ടവും സുന്ദരവുമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ മാറ്റത്തിന് തയ്യാറാകണം. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഏറ്റവും വലിയ നിധിയായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീരംഗം. ടേക്ക് കെയർ. ബൈ ബൈ.